ഈ അറിഞ്ഞ വാർത്ത നമ്മളെ വളരെ സന്തോഷിപ്പിക്കുന്നു എന്ന് മാത്രമല്ല, നമ്മുടെ ഒരു മാധ്യമ ഇടപെടൽ അതിൻ്റെ സാക്ഷാത്കാരത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും അഭിമാനത്തോടെ പറയാൻ പ്രേരിപ്പിക്കുന്നത്. അന്ന് നമ്മൾ മുഖ്യമന്ത്രി കണ്ടപ്പോൾ പി ജെയിംസും ഞാനും സി ഉണ്ണികൃഷ്ണനും നമ്മുടെ മറ്റുള്ള വാർത്താ ലേഖകരുമായിട്ട് മുഖ്യമന്ത്രിയെ തിരുവനന്തപുരത്ത് ചെന്ന് കണ്ട് അദ്ദേഹത്തിന് ഈ റിപ്പോർട്ട്, ഈ സമഗ്രമായ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ തന്നെ അദ്ദേഹം വളരെ ഗൗരവത്തോടെ എടുക്കും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞൊരു കാര്യം, 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കേരളത്തിലെ ഒരു കുട്ടി MDMA ഉപയോഗിക്കുന്നവനാണ് എന്നൊരു ഖ്യാതി നമുക്ക് വേണ്ട. നമ്മുടെ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ മുഴുവൻ ഇവർ തകർത്ത് കളയും. ഒരുപക്ഷെ നമുക്ക് ഇതിൽ കടുത്ത നടപടി എടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഒരുപക്ഷെ ഭാവി ജനറേഷൻ നമ്മളെ പഴിക്കും എന്നുള്ള രീതിയിൽ വളരെ ഗൗരവത്തോടെ മുഖ്യമന്ത്രിയോട് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു. വളരെ ഗൗരവത്തോടെ അദ്ദേഹം എല്ലാം കേട്ടിട്ട് അദ്ദേഹം പറഞ്ഞു അതിശക്തമായ നടപടികൾ ഉണ്ടാകും എന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ടാണ് ഞങ്ങളെ യാത്രയാക്കിയത്. എന്നിരുന്നാലും അദ്ദേഹം ഇത്രയും പെട്ടെന്നൊരു ഉന്നതതല യോഗം വിളിച്ച് ഇതിൽ നടപടികൾ എടുക്കുമെന്ന് ഞാൻ കരുതിയില്ല. എന്തായാലും അദ്ദേഹത്തിൻ്റെ തീരുമാനം ഗംഭീരമായി.